കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചില വീടുകളിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു നിൽക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതില്ല. നമുക്ക് കുറച്ച് സമയം അവിടെ ചിലവഴിക്കാമെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ മൊത്തത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വീർപ്പ് മുട്ടൽ, നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പോയാൽ മതി. അല്ലെങ്കിൽ ചിലർ പറയും നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാൽ നമുക്കൊരു സമാധാനമില്ല, മൊത്തത്തിൽ ഒരു കലഹവും ഒരു മൂകതയും ഒക്കെയാണ്. അപ്പം ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ഇരിക്കുന്ന അതിൻ്റെ ചുറ്റളവ്, ഇത് അതിൻ്റെ ചുറ്റിലും ഉള്ള മറ്റ് വീടുകളുടെ ഒരു എനർജിയും നമ്മളെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം നെഗറ്റീവ് എനർജി ഇപ്പോൾ അപ്പുറവും ഇപ്പോഴും ഉള്ള എല്ലാ നെഗറ്റീവ് വീടുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിൽ നമുക്കും സ്വാഭാവികമായും കുറച്ച് നെഗറ്റീവ് എനർജികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കൾ, ഇപ്പോൾ വീടിനോട് ചേർന്നിട്ട് ഒരു സെമിത്തേരി ഉണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ശ്മശാനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റു വീടുകളുടെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകൾ നമ്മളുടെ വീടിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്ക് വന്ന് മുട്ടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന മുള്ളു ചെടികൾ, ഇതൊക്കെ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കും. അതുകണക്ക് തന്നെ പൊട്ടിയതും പൊളിഞ്ഞതുമായിട്ടുള്ള വീടിൻ്റെ മുൻവശത്തുള്ള ടൈലുകൾ, വീടിനകത്തുള്ള ടൈലുകൾ, വീടിൻ്റെ ഓരോ ഭിത്തിയിലുണ്ടായേക്കുന്ന അടയാളങ്ങൾ, അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒത്തിരി നെഗറ്റീവ് എനർജികൾ വീട്ടിലുണ്ടാക്കും. ഇതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത് മിക്കവാറും അടഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പം നമ്മൾ ശ്വാസം എടുത്തിട്ട് ഒരു പിടച്ചിലാണ് ആ വീട്ടിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീടിന് നോക്കിയിട്ട് ചോദിക്കും, ഇതിൻ്റെ ബ്രഹ്മസൂത്രം പോകുന്നില്ലല്ലോ, ഇത് ഇങ്ങനെ അടഞ്ഞിരിക്കണം. അല്ല സാറേ, ബ്രഹ്മസൂത്രം പോകുന്നുണ്ട്. വീടിൻ്റെ ഏറ്റവും മുകളിൽ ഒരു എയർ ഹോൾ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തൊരു എയർ ഹോൾ കിടപ്പുണ്ട്. അപ്പോൾ ബ്രഹ്മസൂത്രം ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പക്ഷേ ബ്രഹ്മസൂത്രം അങ്ങനെയല്ല പാസ് ചെയ്ത് പോകുന്നത്. അതൊരു ഏകദേശം ഒരു 5 അടി ലെവലിലായിട്ട് വേണം ഒരു ഹോളെങ്കിലും വേണ്ടുന്നത്. അപ്പോൾ വീടിൻ്റെ മധ്യഭാഗത്ത് നിന്നിട്ട്, കിഴക്ക് വശത്ത് നിന്ന് മധ്യഭാഗത്ത് നിന്നിട്ട് ഒരു എയർ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പാസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കണം. അപ്പം അത് ചിലപ്പം കിഴക്ക് ഭാഗത്തുള്ളൊരു ഹോള് ഒരു 5 അടി ലെവലിലായിരിക്കും, പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ഹോള് ഒരു 7 അടി ലെവലിലോ അല്ലെങ്കിൽ ഒരു 4 അടി ലെവലിലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും ആ ഒരു എനർജി അതിലെ അങ്ങനെ പാസ് ചെയ്ത് പോകത്തില്ല. ഇത് രണ്ടും ഒരേ ഹൈറ്റിലാണെങ്കിൽ മാത്രമേ പാസ് ചെയ്ത് പോകത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഭിത്തി വന്നിട്ടുണ്ടെങ്കിലും ആ എനർജി പാസ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മളൊരു എയർ ഹോളോ എന്തെങ്കിലും കൊടുത്ത് ആ എനർജി അപ്പുറത്തോട്ട് പാസ് ചെയ്ത് വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ എപ്പോഴും ഒരു സമാധാനം, ഒരു അന്തരീക്ഷമൊക്കെ ഇപ്പോൾ വളരെ നെഗറ്റീവായിട്ട്, ഇപ്പം ഫെങ്ഷുയുടെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുക, വീടും പരിസരവും. അപ്പോൾ വീട്ടിനകത്തുള്ള പൊട്ടിയതും പൊളിഞ്ഞതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാരി വീടിന് പുറത്ത് കളയുക. ഇപ്പോൾ പല മേശകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, ഒരു 3-4 വർഷത്തിന് മുമ്പ് അടച്ച കറണ്ട് ബില്ലൊക്കെ വീണ്ടും ഇപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള ബില്ലുകൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചാക്കുന്ന ചന്ദനങ്ങൾ, മറ്റേ പൂക്കൾ, ഉണങ്ങിയ പൂക്കൾ, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വാരി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും മാറ്റി ഒഴിവാക്കിയതിന് ശേഷം വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുക. സാധനങ്ങളെല്ലാം അടുക്കി പറക്കി അടുക്കും ചിട്ടിയോടും കൂടി വെക്കുക. അതിനുശേഷം നമ്മൾ വീട് മൊത്തത്തിൽ ജനലുകളും വാതിലുകളും എല്ലാം തുറന്നിട്ട് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറയെല്ലാം ഒന്ന് തുടച്ചെടുത്ത് കുന്തിരിക്കം, ഗ്രാമ്പു, കല്ലുപ്പ്, ഇത് 3ഉം കൂടെ പൊടിച്ച് എല്ലാ സന്ധ്യ സമയത്തും ഒന്ന് പോയിക്കുക. അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടിനൊരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഫെങ്ഷുയിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സിമ്പിൾസുകൾ അല്ലെങ്കിൽ ടൂളുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അത് ഓരോന്നോരോന്ന് വാങ്ങിച്ച് നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിൽ ആദ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളെന്ന് പറഞ്ഞാൽ ഒരു ലാഫിൻ ബുദ്ധയുടെ ടൂള് തന്നെയാണ്. ലാഫിൻ ബുദ്ധയെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയും, ഉണ്ട് സാറേ, ഉണ്ട്, ലാഫിൻ ബുദ്ധയുണ്ട് എന്ന് പറയും. നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ വളരെ ചെറിയൊരു പീസായിരിക്കും ഇരിക്കുന്നത്. അത് തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിയതും അടന്നു പോയതും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിലെങ്കിലും ഉള്ള, അപ്പോൾ ഇത് നല്ലൊരു ലാഫിൻ ബുദ്ധയാണ്. ഇത് ഒത്തിരി സൗഭാഗ്യങ്ങളുള്ളൊരു ബുദ്ധയാണ് ഈ നിൽക്കുന്നത്. ട്രാവലിംഗ് ബുദ്ധ എന്നാണ് പറയുന്നത്. ഇതിൽ 6 ചൈനീസ് നാണയങ്ങളുണ്ട്, ഇതൊരു മരക്കൊമ്പുണ്ട്, ഇവിടെ ഒരു ഉലു എന്ന് പറയുന്ന കായുണ്ട്, അതിൻ്റെ പൂവുണ്ട്, റൂയുണ്ട്, ഇതിന് പുറകിൽ കുടയുണ്ട്, ഒരു പണച്ചാക്കിൻ്റെ മുകളിൽ, അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ടാണ് ബുദ്ധൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഒരു ലാഫിംഗ് ബുദ്ധിയെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കത്തക്ക രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല ഒരു എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് വരാനും കുറച്ച് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഇത് നല്ല ഒരു ടൂളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഓരോന്നായിട്ട് നിങ്ങൾ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഓരോരോ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ലാഫിംഗ് ബുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ നിങ്ങൾക്ക് വെക്കാനായിട്ടുള്ളൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ലെഗ്ഡ് ഫ്രോഗിൻ്റെ ടൂൾസ് വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ വാങ്ങിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 റോഡ് വിൻ ചെയ്യും. അങ്ങനെ ഓരോരോ ടൂളുകളായിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓരോ ടൂൾസ് വയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.